കോട്ടയത്തെ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇടനിലക്കാരി കൊല്ലം സ്വദേശിനി അനീനയാണ് പിടിയിലായത്. ഷിനോജ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു തത്സമയം. ഷിനോജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. ഈ സംഭവത്തിൽ ഒരാൾ കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു, അതും ഒരു സ്ത്രീയാണ്. എന്താണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? മോദി, നമ്മൾ ഇന്നലെ ഈ വാർത്ത പങ്കുവച്ചപ്പോൾ തന്നെ ഈ കേസിന്റെ വ്യാപ്തി സംബന്ധിച്ച്, ഈ റാക്കറ്റിന്റെ ഗുരുതരമായ രീതിയിലുള്ള കണ്ടെത്തലുകൾ സംബന്ധിച്ചും സംശയങ്ങളൊക്കെ തന്നെ ആ സമയത്ത് തന്നെ പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്തായാലും ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജ, ഒപ്പം വാഗമൺ സ്വദേശിയായിട്ടുള്ള അർജുൻ, നിലവിൽ രണ്ടുപേരും റിമാൻഡിലാണ്. ഇവരെ ഏകദേശം 2-3 മണിക്കൂർ മാത്രമാണ് പോലീസിന് ചോദ്യം ചെയ്യാൻ അവസരം ഇതുവരെ സമയം ലഭിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ കേസിന്റെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള അനീനയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നൊരു അന്വേഷണ നിഗമനത്തിലേക്ക് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി കൊല്ലത്ത് വീട്ടിൽ നിന്നാണ് ഈ അനീനയെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരി ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള അനീനയാണ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ കൂടുതൽ കണ്ണികളുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനീനയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ തന്നെ പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ പോലീസിൻ്റെ FIR എന്ന് പറയുന്നത് ഈ അസം സ്വദേശിനിയായിട്ടുള്ള 22 വയസ്സുകാരിയുടെ പരാതിയിലാണ്. അതായത് അവരെ തടങ്കൽ വെച്ച് ഉപദ്രവിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ഈ കേസിൻ്റെ ഗുരുതരമായ സ്വഭാവം കണക്കിലെടുത്ത് മറ്റേതെങ്കിലും FIR ഇടണോ എന്ന് സംബന്ധിച്ചൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റേതെങ്കിലും വകുപ്പിട്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്തിയാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനോടൊക്കെ തന്നെ തീരുമാനിക്കുന്നുമുണ്ട്. ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുമുണ്ട്. എന്തായാലും ഈ കേസിൽ നിർണായകമായ മറ്റൊരു അറസ്റ്റ് കൂടി നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഗ്രാവിറ്റി കൂടുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റെന്തെങ്കിലും വമ്പൻ സ്രാവുകൾ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിക്ക്, ജനിച്ചു വീണ ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികളെ വാങ്ങി 3-4 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്ത സംഭവമാണ്. അത്തരത്തിലൊരു ഗുരുതരമായ ഒരു ക്രൈമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ ഇനി ഏറ്റവും അറിയേണ്ടത് ഇത്തരത്തിൽ എത്ര കുട്ടികളെ ഈ കേരളത്തിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്, കോട്ടയം തീക്കോയി കേന്ദ്രീകരിച്ച് എത്രത്തോളം കച്ചവടം നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരണം. അതിന് അനീനയും അതിനുശേഷമുള്ള വലിയ വലിയ കണ്ണുകളിലേക്കും അന്വേഷണം നീളേണ്ടതായിട്ടും ഉണ്ട്. ശരി, ഷിനോജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.